അമേരിക്കയിലെ വലിയ കമ്പനികളിലൊന്നായ ഫാനിമെ ഏകദേശം 700 ജീവനക്കാരെയാണ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. വിവിധ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു പിരിച്ചുവിടൽ. ഇതിൽ 200ഓളം ഇന്ത്യൻ വംശജരും ഉൾപ്പെട്ടു. ധാർമ്മിക കാരണങ്ങളാലാണ് ഇവരെ പുറത്താക്കിയത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. കമ്പനിയുടെ രീതികൾ മാറ്റുന്നതിന്റെ ഭാഗമായി ലേ ഓഫ് ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ഫെഡറൽ നാഷണൽ മോർട്ട്ഗേജ് അസോസിയേഷൻ എന്ന US സ്പോൺസേഡ് കമ്പനിയാണ് ഫാനിമെ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമെല്ലാം ധാർമ്മിക കാരണങ്ങൾ ആരോപിച്ച് കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടു. മാച്ചിങ് ഗ്രാൻറ്റ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടത്തിയെന്നും പണം ദുരുപയോഗം ചെയ്തു എന്നുമാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ചില ജീവനക്കാർ തെലുങ്ക് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക അതായത് TANA പോലുള്ള നോൺ പ്രോഫിറ്റ് സംഘടനകളുമായി ചേർന്ന് കമ്പനിയുടെ പണം തട്ടിയെടുത്തു എന്നാണ് ആരോപണം. ഫാനിമേയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു ജീവനക്കാരൻ TANAയുടെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തട്ടിപ്പിൽ ഈ സംഘടന മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നതെന്നും മറ്റു പല സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ടെന്നും വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമാനമായ തട്ടിപ്പ് കാരണം ആപ്പിൾ കമ്പനിയും ഈ വർഷം ആദ്യം ഇന്ത്യക്കാരായ ചില ജീവനക്കാരെ പുറത്താക്കിയിരുന്നു. 2025 ജനുവരിയിൽ ഇത്തരം ആരോപണങ്ങളെ തുടർന്ന് 100-ലധികം ജീവനക്കാരെയാണ് ആപ്പിൾ പിരിച്ചുവിട്ടത്. ആപ്പിളിന്റെ മാച്ചിങ് ഗിഫ്റ്റ്സ് പ്രോഗ്രാം അനുസരിച്ച് ജീവനക്കാർ ചെയ്യുന്ന ചാരിറ്റി സംഭാവനകൾക്ക് തുല്യമായ തുക കമ്പനിയും നൽകും. അതായത് ഒരു ജീവനക്കാരൻ നല്ല കാര്യത്തിന് പണം നൽകിയാൽ അതേ തുക ആപ്പിൾ കമ്പനിയും ആ കാര്യത്തിന് വേണ്ടി നൽകുന്നതായിരുന്നു രീതി. 2024 ഡിസംബറിലാണ് 6 മുൻ ആപ്പിൾ ജീവനക്കാർക്കെതിരെ സാന്താ ക്ലാര കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് കേസെടുത്തത്. കുട്ടികളുടെ ചാരിറ്റിക്കായി ഡൊണേഷൻ നൽകുന്നതിൽ അവർ തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു കേസ്. സംഭാവന നൽകാതെ തന്നെ നൽകി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഐഫോൺ നിർമ്മാതാക്കളിൽ നിന്ന് ആയിരക്കണക്കിന് ഡോളർ ഇവർ തട്ടിയെടുക്കുകയായിരുന്നു. 2018 ജൂലൈ 1 മുതൽ 2021 ഏപ്രിൽ 6 വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ആപ്പിൾ ജീവനക്കാർ നൽകുന്ന ചാരിറ്റി തുകക്ക് മാച്ച് ചെയ്യുന്ന പദ്ധതി ഉപയോഗിച്ച് പ്രതികൾ ഏകദേശം $1,52,000 തട്ടിയെടുത്തു. കൂടാതെ $1,00,000 ചാരിറ്റി സംഭാവനയായി നൽകി എന്ന് കാണിച്ച് നികുതി ഇളവ് നേടി തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് പ്രസ്താവനയിൽ അറ്റോർണി ഓഫീസ് വ്യക്തമാക്കിയത്. ആപ്പിളിലെ മുൻ ജീവനക്കാരനായ ഒരാൾ ചാരിറ്റിയിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജീവനക്കാർക്ക് പണം തിരികെ നൽകുകയായിരുന്നു. അതായത് ചാരിറ്റി മാച്ചിങ് പോളിസി അനുസരിച്ച് ആപ്പിൾ നൽകുന്ന പണം ഇയാൾ സ്വന്തമാക്കിയതിനു ശേഷമാണ് ജീവനക്കാർക്ക് തിരികെ നൽകിയത്. തട്ടിപ്പ് നടത്തിയതിലൂടെ ആപ്പിളിനെയും കാലിഫോർണിയയിലെ സർക്കാരിനെയും ഇവർ വഞ്ചിക്കുകയായിരുന്നു. ഈ പദ്ധതിയെ വ്യാജ സംഭാവന നൽകി ടാക്സ് ഇളവ് നേടാൻ ഉപയോഗിച്ചതിലൂടെയാണ് ഇവർ സർക്കാരിനെ വഞ്ചിച്ചതെന്ന് അറ്റോർണി ഓഫീസ് കൂട്ടിച്ചേർത്തു. സമാനമായ സംഭവം ഫാനിമേയിലും ഉണ്ടായതോടെ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ് അംഗമായ സുഹാസ് സുബ്രഹ്മണ്യം രംഗത്ത് വന്നു. ഫെഡറൽ ഹൗസിംഗ് ഫിനാൻസ് ഏജൻസി ഡയറക്ടറായ വില്യം പുൾട്ട്, ഫാനിമേ പ്രസിഡന്റും സിഇഒയുമായ പ്രിസില്ല അൽമഡോവർ എന്നിവർക്ക് അദ്ദേഹം കത്തയച്ചു. പിരിച്ചുവിടലിന് പിന്നിലെ കാരണം വ്യക്തമാക്കണമെന്നും തെളിവുകൾ ഹാജരാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.